കലക്കൻ കൊല്ലത്തിന്റെ വേദിയിൽ നമുക്കൊരു ഗസ്റ്റ് ഇല്ലേ? ആരായി പ്രാവശ്യം? നമുക്ക് മുഖവുരെ ഒന്നും വേണ്ട. ഈ ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. ക്യാമറ ഒന്ന് തിരിച്ചാൽ മാത്രം മതി. ആ ചിരിച്ച മുഖം കണ്ടാൽ തന്നെ ആളുകൾക്ക്, നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ മനസ്സിലാവും. അതായത് ഇന്നും ഇന്നലെയല്ല, വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനത്തിലൂടെ കേരളത്തിൽ വളരെ കാലമായി മണ്ണിലെ കളിച്ച് വളർന്ന് കൊല്ലത്തിന്റേതായി മാറിയ ഒരു രാഷ്ട്രീയക്കാരി ഒപ്പം കലാകാരി ഒക്കെയാണ് നമ്മുടെ കൂടെ ഇന്ന് കലക്കൻ കൊല്ലത്തിന്റെ വേദിയിൽ. സസ്പെൻസ് നേരത്തെ പൊട്ടിച്ചു ചിന്താ ജെറോം. ഹായ് ചേച്ചി. ഹലോ. വെൽക്കം ടു കലക്കൻ കൊല്ലത്തിന്റെ വേദി. താങ്ക് യു. അപ്പോ കൊല്ലത്ത് ഈ അവസാന ദിവസത്തേക്ക് എത്തുന്നു. ഇന്ന് 4ാം ദിനമാണ്. വേദികളൊക്കെ പൂർണ്ണമായിട്ടും സജ്ജമായി ഒരുങ്ങി ഒക്കെ കഴിഞ്ഞു. എന്തൊക്കെയാണ് ചേച്ചിയുടെ കലോത്സവ ഓർമ്മകളൊക്കെ? കൊല്ലത്ത് കലോത്സവം ഇതിനു മുമ്പ് നടന്ന സമയത്ത് അതിൽ കാണാനായിട്ട് പോയൊരു ഓർമ്മ എനിക്കുണ്ട്. കൊല്ലത്ത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് തന്നെയാണ് കൊല്ലത്ത് കലോത്സവം നടന്നപ്പോൾ അന്ന് ഏറ്റവും ശ്രദ്ധേയമായി മാധ്യമങ്ങളെല്ലാം കവർ ചെയ്തൊരു കാര്യം, നമ്മുടെ കാവ്യ മാധവൻ അന്ന് മത്സരിച്ചിരുന്നു. അപ്പൊ കാവ്യക്കൊപ്പം കൊല്ലത്ത് നടന്ന മത്സരത്തിൽ മത്സരിച്ച മറ്റൊരാൾ നമ്മുടെ ശബ്നം ആയിരുന്നു. അപ്പൊ വെണ്ണില ചന്ദനക്കിണ്ണം പാടിയ ആയിരുന്നല്ലേ. അപ്പം ഞങ്ങളൊക്കെ സമകാലീനമായി, ശബ്നം കുറച്ച് സീനിയറാണ്, എൻ്റെ 1-2 വയസ്സ് സീനിയറാണ്. അപ്പം ശബ്നം പാടിയ പാട്ടും അതിനൊപ്പം അഭിനയിച്ച കാവ്യയും കൊല്ലത്ത് നടന്ന കലോത്സവ മത്സരത്തിൽ 2 ഇനങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അത് വലിയ ഒരു, ആ കാലഘട്ടത്തിൽ അത് വലിയൊരു വാർത്തയും, അവരൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കാണുക എന്നുള്ളത് ആ സമയത്ത് വിദ്യാർത്ഥികളായിരിക്കുന്ന ഞങ്ങളൊക്കെ അന്ന് വലിയ താല്പര്യത്തോടു കൂടി വന്ന് കണ്ട കാര്യമാണ്. പിന്നെ അതിനുശേഷം കലോത്സവം വന്നത് MA ബേബി സഖാവ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്താണ്. അതും വലിയ പങ്കാളിത്തത്തോടു കൂടി നടന്ന ഓർമ്മയുണ്ട്. ഈ 2 കലോത്സവമാണ് കൊല്ലത്ത് നടന്ന. അന്ന് ആ സമയത്തൊക്കെ സംഘടനാ പ്രവർത്തനം അങ്ങനെയൊക്കെ ആയിരുന്നു ചേച്ചി? ഓൾ ഇന്ത്യ ആയി അങ്ങനെയൊക്കെ ആയിരുന്നു? ആദ്യത്തെ കലോത്സവം കൊല്ലത്ത്, ആദ്യത്തെ മീൻസ് എനിക്ക് ഓർമ്മയുള്ള ആദ്യ കലോത്സവം നടക്കുന്ന സമയത്ത് ഞാൻ വിദ്യാർത്ഥിയായിരുന്നു. രണ്ടാമത്തെ കലോത്സവം നടക്കുന്ന സമയത്ത് SFIയുടെ പ്രവർത്തകയൊക്കെ ആയിട്ട് നിന്ന സമയമാണ്. അന്ന് അതിൻ്റെ മറ്റ് സംഘാടനത്തിൻ്റെ സഹായ പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കലോത്സവം വന്ന സമയത്ത് ദൃശ്യവിസ്മയം എന്ന സബ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് പ്രവർത്തിച്ചു. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങിന് മുമ്പായിട്ട് വളരെ മനോഹരമായ അവിടെ നൃത്തശില്പവും അതോടൊപ്പം തന്നെ പരിപാടികളും എല്ലാം സംഘടിപ്പിക്കാൻ സാധിച്ചു. അപ്പം അതിൻ്റെ ഒരു ക്രോഡീകരണവും അതിൻ്റെ പിൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതൊക്കെയാണ് ഈ കലോത്സവത്തിന്റെ ഭാഗമായി ചെയ്തത്. പിന്നെ ഞങ്ങളുടെ DYFIയുടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ കലോത്സവത്തിൽ നമ്മൾ കലാമത്സരങ്ങളിൽ അങ്ങനെ പങ്കെടുത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ മത്സരങ്ങളിലും സ്ഥിരമായിട്ട് പങ്കെടുക്കാൻ, പ്രസംഗ മത്സരങ്ങളായിരുന്നു കൂടുതലായി മത്സരിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ കോട്ടയത്ത് നടന്ന ഹയർ സെക്കൻഡറി മത്സരത്തിൽ സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട് നടന്നതിൽ സെക്കൻഡ് കിട്ടി. പിന്നെ സ്കൂൾ കലോത്സവ മത്സരങ്ങളിൽ A ഗ്രേഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മത്സരങ്ങളിലും കൊല്ലം ജില്ലയിൽ നിന്ന് പലപ്പോഴും സംസ്ഥാന മത്സരങ്ങളിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട മത്സരം പ്രസംഗം തന്നെയായിരിക്കും? ചെറുപ്പത്തില് പപ്പയും അമ്മയാണ് എന്നെ പ്രസംഗ മത്സരങ്ങളിലേക്ക് കൊണ്ടുപോയത്. അന്ന് ചെറുതായിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെട്ടു പോകുന്നൊന്നും അല്ലല്ലോ. എനിക്ക് അന്ന് കുറച്ചുകൂടെ കളറുള്ള ഫാൻസി ഡ്രസ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നാടോടി അതിലൊക്കെ പോകണമെന്നായിരുന്നു മനസ്സിലാഗ്രഹം. പക്ഷെ അവർ 2 അധ്യാപകരായിരുന്നു. അപ്പൊ അവർക്കെന്തോ പ്രസംഗം ഇഷ്ടപ്പെട്ട ഇനമായിരിക്കണം, എന്നെ പ്രസംഗ മത്സരങ്ങളിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ഞാനത് കുഴപ്പമില്ലാതെ സമ്മാനങ്ങളൊക്കെ കിട്ടി തുടങ്ങി. പിന്നെ ഞാൻ വായിക്കാൻ ഒക്കെ ഇഷ്ടപ്പെട്ട് പിന്നീട് അങ്ങനെ പോയി. അതെ, രാവിലെ ചിന്ത പ്രസംഗത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ചിന്തയുടെ പ്രസംഗ ശൈലിയാണ് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നതും ആളുകൾ ചർച്ച ചെയ്യുന്നതും ഒക്കെ. ഈ ശൈലി എങ്ങനെ കയ്യിലെത്തി? അത് ഞാൻ പറഞ്ഞില്ലേ, ഈ സ്കൂൾ മത്സരങ്ങളുടെ പ്രസംഗ മത്സരങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് മുമ്പ് നമുക്ക് വിഷയം തരും, 5 മിനിറ്റ് നമുക്ക് ആലോചിക്കാം, തുടർന്ന് 5 മിനിറ്റ് സംസാരിക്കണം. അപ്പം ആ ഒരു സമയ ക്രമീകരണത്തിനകത്ത് നിന്ന് വേണം പറയാനായിട്ട്. അപ്പം ആ സമയത്ത് ഇരിക്കുന്ന ശ്രോതാക്കളെ ആകർഷിക്കുക. മത്സരങ്ങൾക്ക് അങ്ങനെ മൈക്കൊന്നും കാണാറില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ കുറച്ച് ഒച്ചത്തിൽ പറയുക, ഇരിക്കുന്നവരുടെ എല്ലാം ശ്രദ്ധ പിടിച്ചു പറ്റുക. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായി വന്നൊരു പ്രസംഗ ശൈലിയാണ്. ഇപ്പോഴത് നവമാധ്യമങ്ങളിലൊക്കെ ചിലപ്പോൾ വിമർശിക്കപ്പെടുകയും അല്ലെങ്കിൽ ചിലപ്പോൾ കളിയാക്കപ്പെടുകയും ചെയ്യുമ്പോൾ
ഈ ശൈലി എപ്പോഴെങ്കിലും മാറ്റണമെന്നോ അല്ലെങ്കിൽ പരിഷ്കരിക്കണമെന്നോ തോന്നിയിട്ടുണ്ടോ? ഈ ജിമിക്കി കമ്മൽ പ്രസംഗത്തിന്റെ ട്രോളെല്ലാം വന്നു തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞു അത് ട്രോൾ ചെയ്യാൻ കാരണം ആ ഇച്ചിരി ഗൗരവത്തിൽ അത് സംസാരിച്ചു, വളരെ ലൈറ്റായ ഒരു വിഷയം എന്തിന് ഇത്ര സീരിയസ് ആയി സംസാരിച്ചു എന്നുള്ളത്. അപ്പം എനിക്കും ആ വീഡിയോ പലപ്പോഴും കാണുമ്പോൾ തോന്നും ശരിയാണല്ലോ, കുറച്ച് സീരിയസ് ആയി. നമ്മൾ വളരെ ഇപ്പോൾ അത് ശരിയാണ്, ആ പോയിന്റ് എന്ന് പറയും, നമ്മൾ വളരെ എന്റർടൈൻമെന്റ് എലിമെന്റിൽ കാണുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സെൽഫിയുടെ കാര്യങ്ങളല്ല, അതിന് കൊടുക്കുന്ന ഒരു ഗൗരവം ഉണ്ടല്ലോ, ആ ഗൗരവത്തിന് അപ്പുറത്ത് വലിയ താത്വികമായൊരു അല്ല അത് ശരിക്കും ഈ ട്രോളായി ഇറങ്ങുന്ന വീഡിയോകൾക്കകത്തൊക്കെ നിങ്ങൾക്ക് അറിയാലോ, കുറച്ചൊക്കെ എഡിറ്റ് ചെയ്യപ്പെടുകയും അതല്ല കുറച്ച് സ്ലോ ആക്കിയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മളൊരു സദസ്സിന്റെ മുമ്പിൽ പ്രസംഗിക്കുന്നതും അത് റെക്കോർഡ് ചെയ്ത് വീഡിയോ ആയി വരുന്നതും തമ്മിൽ കുറച്ച് വ്യത്യാസം എൻ്റെ പ്രസംഗത്തിൽ എനിക്ക് തോന്നാറുണ്ട്. കാരണം സദസ്സ് പലപ്പോഴും വളരെ ഇഷ്ടത്തോടു കൂടി അത് കേട്ടിരിക്കുകയും അല്ലെങ്കിൽ സദസ്സിനെ പിടിച്ചിരുത്താൻ കഴിയുന്ന വിധത്തിൽ പ്രസംഗിക്കാനായിട്ടാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. പക്ഷേ അത് വീഡിയോ ആയി വരുമ്പോൾ കുറച്ചുകൂടെ ഒരു സീരിയസ് ടോൺ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു ഇനി നമുക്ക് കുറച്ചുകൂടെ ലൈറ്റാക്കി സംസാരിക്കാൻ ശ്രമിക്കും എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ശ്രമിച്ചിരുന്നു. പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സ്കൂൾ തൊട്ടേ പറഞ്ഞു വന്നൊരു ശൈലിയാണ്. ഇനി ശരിക്ക് ഇനി എന്തിനാ മാറ്റുന്നത്? ഇത് തന്നെയാണ് ചിന്തോചാരം, ഇത് തന്നെയാണ് ചിന്തയുടെ ഐഡന്റിറ്റി എന്ന രീതിയിലുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നോളൂ. അങ്ങനെ നിൽക്കാവല്ലോ. അല്ല അങ്ങനല്ല, നമ്മൾ ഓരോ വേദിക്കനുസരിച്ച് സംസാരിക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പം പഴയ മത്സരങ്ങളുടെ രീതിയിലൊന്നും അല്ല. നമ്മൾ പൊതുയോഗങ്ങൾക്കൊക്കെ പോകുമ്പോൾ ആ സദസ്സിനനുസരിച്ച് അവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കൾക്ക് അനുസൃതമായി സംസാരിക്കുക, അതിന് അനുസൃതമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. ഈ കലോത്സവത്തിൽ എന്തെങ്കിലും മത്സരം കാണാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ എൻ്റെ വീടിന്റെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു വേദിയാണ്, വിമല ഹൃദയ ഹയർ സെക്കൻഡറി സ്കൂൾ. ഞാൻ പഠിച്ച സ്കൂള് തന്നെയാണ്. അവിടെ എല്ലാം ഇന്നലെ വളരെ ഇരുട്ടിയും പരിപാടികൾ നടക്കുകയാണ്. അപ്പൊ അതിന്റെ എല്ലാം പരിപാടികളും സംഘാടനവും എല്ലാം ആയിട്ടുണ്ട്. മത്സരങ്ങൾക്കൊക്കെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ചിന്താ ജെറോം നമുക്കിപ്പം കലക്കൻ കൊല്ലത്തിന്റെ വേദിയിൽ തുടരുന്നുണ്ട്. ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. ഒരു ചെറിയ ഇടവേള, വേഗം ഓടി വരാം. അപ്പോ കലക്കൻ കൊല്ലത്തിന്റെ വേദിയിൽ നമുക്കിപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ചിന്താ ജെറോമിനോടെ എനിക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാണ്. ഈ പ്രസംഗമായിട്ടേ, അപ്പോൾ ഓരോ രാഷ്ട്രീയ നേതാക്കളുടെ കാര്യം പറയാം. രാഷ്ട്രീയ നേതാക്കളുടെ ഓരോ നേതാക്കളുടെയും പ്രസംഗം വ്യത്യസ്ത ശൈലിയിലായിരിക്കും. നമുക്ക് EMSൻ്റെതല്ല, കെ നായനാരുടെ ശൈലി, അല്ല MVRൻ്റെ ആണെങ്കിൽ ചോദ്യങ്ങൾ MVR ചോദിക്കുക, MVRന് തന്നെ ഉത്തരം പറയാം. പിണറായി വിജയൻ്റെ ശൈലി മറ്റൊന്നാണ്. കെ സുധാകരനാണെങ്കിൽ കയറി ഇറങ്ങി അത്രയും ഇതിൽ പോകും. അപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും കാണാൻ ആഗ്രഹിക്കുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായ പ്രസംഗം ആരുടെയാണ്? ഞാൻ പൊതുവേ രാഷ്ട്രീയ പ്രസംഗങ്ങളെല്ലാം കേൾക്കാറുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഒരാളുടെ പ്രസംഗ ശൈലി എന്നുള്ളതല്ല. കാരണം അതിനകത്തെ കണ്ടന്റും അത് ജനങ്ങളുമായി എങ്ങനെ കൺവേ ചെയ്യുന്നു എന്നുള്ളതുമാണ് പൊതുവേ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കകത്ത് ഏറ്റവും ശ്രദ്ധയായിട്ടുള്ള കാര്യം. എനിക്ക് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കാറുണ്ട്. കാരണം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ അളന്ന് കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ വ്യക്തതയോടുകൂടി പറയുക. അതിനകത്ത് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുമുള്ളൊരു പിന്നീട് അത് വ്യക്തത കുറവില്ല. പിന്നീട് അതിനകത്ത് മറ്റ് അതിനെ തുടർന്നുണ്ടാകുന്ന അഭിപ്രായ പ്രകടനങ്ങൾ മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ വന്നാലും ആ പറഞ്ഞ കാര്യങ്ങൾക്കകത്തുള്ളൊരു വ്യക്തത, അത് ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ അനുകരിക്കാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അങ്ങനൊരു നാക്കുപിഴവോ അല്ലെങ്കിൽ പറയുന്നതിനകത്തൊരു ക്ലാരിറ്റി കുറവോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതെനിക്ക് എപ്പോഴും ഒരു രാഷ്ട്രീയ പ്രസംഗങ്ങളുടെ ഒരു പ്രത്യേകതയായി തോന്നിയിട്ടുണ്ട്. പിന്നീട് പുതിയ തലമുറയിലാണെങ്കിൽ M സ്വരാജിൻ്റെ പ്രസംഗങ്ങൾ എനിക്ക് വളരെ ആകർഷകമായി തോന്നിയിട്ടുള്ളതാണ്. കാരണം നന്നായി ഹോംവർക്ക് എല്ലാം ചെയ്ത്, ഇപ്പം സ്വരാജേട്ടനെ നമ്മളൊരു പരിപാടിക്ക് ക്ഷണിച്ചാൽ തന്നെ അദ്ദേഹം അതിനേക്ക് തയ്യാറെടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊരു 10-20 പുസ്തകങ്ങൾ വായിക്കുന്ന വിവരം ആ ഒരൊറ്റ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ ലഭിക്കും, അറിവ് കിട്ടും. അപ്പോൾ അത് എനിക്ക് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നിയിട്ടുള്ളതാണ്. പിന്നെ തട്ടുപൊളിപ്പൻ പ്രസംഗങ്ങൾ നിരവധി ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെടുന്നതും നമുക്ക് രസകരമായി കേട്ടിരിക്കാൻ കഴിയുന്നതുമെല്ലാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉഴവൂർ വിജയൻ സാറിൻ്റെയൊക്കെ പ്രസംഗം ആ സമയത്ത് വളരെ രസകരമായി, വിശേഷങ്ങൾ ഒരുപാടുണ്ട്. സംബന്ധിച്ച് പ്രസംഗങ്ങളാണല്ലോ, ജീവിതം തന്നെ പ്രസംഗമാണ്.
ഉണ്ണിച്ചേട്ടാ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? അല്ല എനിക്കൊരുപാടുണ്ട് ഇനിയും ചോദിക്കാൻ, അല്ല, പ്രത്യേകിച്ച് പ്രസംഗത്തിന്റെ കാര്യത്തിൽ. ഇനി വേണ്ട, ഞാനൊന്ന് ചോദിച്ചോട്ടെ ചേച്ചി. നമുക്ക് ഈ ഓരോ കലോത്സവ വേദി എന്ന് പറയുമ്പോഴത്തേനും ഓരോ ഓർമ്മയാ. നമ്മളെ സംബന്ധിച്ച് സ്കൂൾ കലോത്സവം വലിയൊരു ഓർമ്മയാണ്, കോളേജ് കലോത്സവം ഒക്കെ ഓർമ്മകളുടെ ഒരു സംഗമ വേദിയാണ് ഓരോ, അതെ, കലോത്സവ വേദികൾ. അപ്പോ ചിന്ത ചേച്ചിയുടെ ഓർമ്മയല്ല എനിക്ക് വേണ്ട, ഒരു പെർഫോമൻസ് വേണം. പ്രസംഗ മത്സരം ഇല്ലായിരുന്നോ ഞാൻ പങ്കെടുത്ത? പ്രസംഗമായാലോ? എല്ലാ പ്രസംഗവും പെർഫോമൻസ് ആണ് ഇപ്പോ. ആവശ്യത്തിന് യൂട്യൂബിലുണ്ട്. എങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ആ ഒരു ഓർമ്മയിൽ നിന്ന്, കലോത്സവ കാലത്തെ ഒരു ഓർമ്മയിൽ രണ്ടുപേരും കവിതയെങ്കിലും. അല്ല, അങ്ങനെ എനിക്ക് ഈ സമയത്ത് അത് പങ്കുവയ്ക്കാനായിട്ട്. ഓക്കെ, ഞാനൊരു വിഷയം തരാം. കൊല്ലത്തെ കലോത്സവം. കൊല്ലത്തെ കലോത്സവം നിങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കും കേട്ടോ. അല്ല മത്സരം ആകുമ്പം അതിൽ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാം. അതിപ്പം മോണാക്ടോ കഥാപ്രസംഗം ഒക്കെ ആണെങ്കിൽ നമുക്ക് അവതരിപ്പിക്കാം. പ്രസംഗം അങ്ങനെ ഒരു അപ്പൊ ഒന്നും ചെയ്യില്ല. അല്ല, രണ്ടുപേരും കവിതയെങ്കിലും ഓർമ്മ ഉണ്ടാവൂലേ? രണ്ടുപേരും കവിത ഓർമ്മ ഇല്ലാത്ത ഒരു പ്രസംഗകരുണ്ടാവോ? അതെ. അല്ല, ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു രണ്ടുപേരും കവിത ചൊല്ലുന്നില്ല. വേണ്ട, വാഴക്കുല ചൊല്ലണോ? വാഴക്കുല സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ വാഴക്കുല തന്നെ അരമണിക്കൂർ പിടിക്കാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ചേച്ചി ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ വേദിയിൽ രാവിലെ അറിയാം ഒരുപാട് തിരക്കുകൾ കാര്യങ്ങളൊക്കെയാണെന്ന് അറിയാം. വാഴക്കുല മിസ് ചെയ്യുന്നു എന്നുള്ളൊരു അതാ നിങ്ങളെ 1 മണിക്കൂർ ആക്കൂ. എന്താണെങ്കിലും നമുക്ക് വാഴക്കുല കേൾക്കണം അല്ലേ? നമുക്ക് വീണ്ടും ഒന്നിക്കാം. അതെ അതെ, കൊല്ലത്ത് തന്നെ ഉണ്ടല്ലോ. ഞങ്ങളെ കൂട്ടമായിട്ട് വീട്ടിലേക്കൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും പോയി പോവല്ലേ? 8-ാം തീയതി മമ്മൂക്ക വരുന്ന വലിയ കൊല്ലം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഞങ്ങളും കാത്തിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. അപ്പൊ ചേച്ചി ഒരുപാട് സന്തോഷം. രാവിലെ ഞങ്ങളുടെ കലക്കൻ ഇത്രയും പോസിറ്റീവായി സംസാരിച്ചു. ഓൾവേസ് പോസിറ്റീവ്. കണ്ണൻ ചേട്ടനും മാർഷലേട്ടനും ഒക്കെ നന്നായിട്ട് അറിയാം. ഷാനവാസിനും.